ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ CMA ഫൗണ്ടേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സ്റ്റഡീസിനെ കുറച്ചും കൂടെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അൺഅക്കാഡമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓൺലൈൻ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ്. ആ അൺഅക്കാഡമി നിങ്ങൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു മെഗാ റിവിഷൻ ഫ്രീ ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു മെഗാ റിവിഷൻ ഫ്രീ ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ മുകളിൽ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ബ്രൗഷർ കൊടുത്തിട്ടുണ്ട്. സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വരുന്ന ഏപ്രിൽ 20 മുതൽ സംഭവം ഏപ്രിൽ 20 മുതൽ 23 തീയതി വരെയാണ് ഈ ഒരു മെഗാ ടെസ്റ്റ് സീരീസ് ഉണ്ടാവുക. ഏപ്രിൽ 20 മുതൽ 23 തീയതി വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും ഒരു സീരീസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ മെഗാ റിവിഷൻ ഫ്രീ ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന എല്ലാ സീരീസിലും, അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ആയിപ്പോയെങ്കിലും പ്രശ്നമില്ല, അടുത്ത ടെസ്റ്റ് ചെയ്താൽ മതി. ഓരോ സബ്ജക്റ്റിലും ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടിക്ക് 1000 രൂപയുടെ ആമസോൺ വൗച്ചറാണ്. ഈ ആമസോൺ വൗച്ചർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിൽ എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും മേടിക്കാനായിട്ട് പറ്റും. ഈ ആമസോൺ വൗച്ചർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ആമസോണിൽ മേടിക്കാനായിട്ട് പറ്റും. അതായത് ഈ ജൂണിൽ എക്സാം എഴുതുന്ന CMA ഫൗണ്ടേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിനോടൊപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അൺഅക്കാഡമി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത്. ഫുൾ സബ്ജക്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അൺഅക്കാഡമി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഗോൾ ചോദിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണോ സ്കൂൾ എഡ്യൂക്കേഷൻ ആണോ? നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കൊടുക്കുക, CMA ഫൗണ്ടേഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ടെസ്റ്റ് സീരീസിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരും. എവിടെയെങ്കിലും നിങ്ങളോട് പൈസ അടയ്ക്കാൻ പറയുകയാണെങ്കിൽ സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കൂടാണ്ട് അൺഅക്കാഡമിയിൽ കുറേ ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫൗണ്ടേഷനും ഇന്റർമീഡിയറ്റിനെയും പിന്നെ വേറെ കുറേ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അതൊക്കെ പെയ്ഡ് ക്ലാസ് ആണ്. അവിടെയും ഇൻസ്റ്റന്റ് ആയിട്ട് 10% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് നമ്മുടെ കോഡ് യൂസ് ചെയ്യുക. സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. 2 മണിക്ക് നിങ്ങളത് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്തിട്ട് 1000 രൂപ ക്യാഷ് പ്രൈസ് ആമസോൺ വൗച്ചർ കിട്ടും. ആ വൗച്ചറും കൂടി എടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചുകൂടെ? പഠിക്കുന്നതിനോടൊപ്പം കുറച്ച് ഏർണിംഗ്സും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഈ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇനി നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫൈനലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫൗണ്ടേഷൻ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിനി FM-ന്റെ ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇനിയുള്ള ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ചാപ്റ്റർ ഫുള്ള് റിവൈസ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും പ്ലേലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ എക്സാമിന് മുമ്പിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതൊരു 10 മിനിറ്റേ കാണുള്ളൂ. ഈ 10 മിനിറ്റ് കേട്ടിരുന്നാൽ മതി. നമുക്ക് ഈ ചാപ്റ്റർ ഫുള്ള് ജസ്റ്റ് ഒന്ന് ഓടിച്ച് റീകളക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയുടെ റിവിഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ നമ്മൾ പറഞ്ഞു ഒരു ഫേമിന് 2 രീതിയിൽ ഫണ്ട് വേണം. ലോങ് ടേമും വേണം, ഷോർട്ട് ടേമും വേണം എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം ഫണ്ടിനെ മാത്രമേ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, കാണിക്കുന്നുള്ളൂ അല്ലേ? ഇവിടെ പറയാം, നോക്കി. ലോങ് ടേം ഫണ്ട്സ് റിക്വയർഡ് ബൈ ദ ബിസിനസ് ആർ മൊബിലൈസ്ഡ് ത്രൂ ഓണേഴ്സ് ഇക്വിറ്റി. നമ്മൾ ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യുന്ന എവിടെ നിന്നൊക്കെയാണ്? ഓണേഴ്സ് ഇക്വിറ്റിയിൽ നിന്നും അതുപോലെ ലോങ് ടേം ഡെറ്റ്സിൽ നിന്നും. ഓണേഴ്സ് ഇക്വിറ്റിയിൽ നിന്നും ലോങ് ടേം ഡെറ്റ്സിൽ നിന്നും. ഈ പറഞ്ഞ ഈ 2 സാധനത്തിൻ്റെ മിക്സ്, ഡെറ്റ് ഇക്വിറ്റി മിക്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. നോക്കി, എ മിക്സ് ഓഫ് വേരിയസ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് എംപ്ലോയിഡ് ബൈ ദ ഫേം ഈസ് കോൾഡ് ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. ഓക്കെ, 4 രീതിയിലുള്ള ബേസിക്കായിട്ട് 4 രീതിയിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഒന്ന് ഇക്വിറ്റി മാത്രമുള്ളത്, 2 ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസും ഉണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം. മൂന്നാമത്തത് ഇക്വിറ്റിയും പ്രിഫറൻസും ലോങ് ടേം ഡെറ്റ്സും. ഇക്വിറ്റി പ്രിഫറൻസും ഡെറ്റും. ഇനി നാലാമത്തെന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയും ഉണ്ട്, ലോങ് ടേം ഡെറ്റും ഉണ്ട്. ഇക്വിറ്റി ഉണ്ട്, അതുപോലെ ലോങ് ടേം ഡെറ്റും ഉണ്ട്. ഓക്കെ അല്ലേ? ഈ 4 തിയറീസൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് പഠിച്ചു, പിന്നെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ്? 4 അപ്രോച്ചസ് അല്ലേ? ഇത് അപ്രോച്ചസ് ആണ്, തിയറീസ് ആണ് അല്ലേ? ഈ തിയറീസൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? എന്തായിരുന്നു? നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, അതുപോലെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു തിയറി നമ്മൾ പറഞ്ഞു. ഇത് കുറേ അസംപ്ഷൻസിനെ ബേസ് ചെയ്യുന്ന പറഞ്ഞു. വെൻ അതർ തിങ്സ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ? അങ്ങനെ കുറേ അസംപ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ അപ്രോച്ചസ് പഠിക്കുമ്പോൾ ഇവിടെയും കുറേ ബേസിക് ആയിട്ടുള്ള അസംപ്ഷൻസ് ഉണ്ട്.
അതിന് നമുക്ക് അപ്രോച്ചസ് 4 എന്താണെന്ന് നോക്കാം. ഒന്ന് നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. രണ്ട് സെയിം തന്നെയാണ്, ചെറിയ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ. മൂന്നാമത്തെ ട്രഡീഷണൽ അപ്രോച്ച് പ്യുവർ തിയറിയാണ്, നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് വെറും തിയറി മാത്രമാണ്. അടുത്ത നാലാമത്തെ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ ഹൈപ്പോത്തിസിസ്. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ ഹൈപ്പോത്തിസിസ്. ഓക്കെ, നമുക്ക് ഈ 4 സാധനങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പഠിക്കാം. അതിന് മുമ്പ് ആ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഒന്നാമത്തെന്ന് പറയുന്നത് ഫേമിന് ഡെറ്റും ഇക്വിറ്റിയും മാത്രമേ ഉള്ളൂ. പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. അതുപോലെ വേറെ സോഴ്സിൽ നിന്നും നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡെറ്റും ഉണ്ട്, ഇക്വിറ്റിയും ഉണ്ട്. ഓക്കെ. ടോട്ടൽ അസറ്റ്സ് തന്നിരിക്കണം, ടോട്ടൽ അസറ്റ്സ് അവർ തന്നിരിക്കണം. അതുപോലെ ടോട്ടൽ ഫിനാൻഷ്യൽ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. നമ്മുടെ ഫിനാൻസിങ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി ഫേമിൻ്റെ പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 100% ആയിരിക്കണം. അതിൻ്റെ അർത്ഥം റീറ്റേൺഡ് ഏർണിങ്സ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഗ്രോത്ത് ഉണ്ടാവാൻ പാടില്ല. ബിസിനസ്സിൻ്റെ റിസ്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ടാക്സ് ഒന്നും കാണാൻ പാടില്ല. പക്ഷേ ടാക്സ് വരുന്ന പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ 4 അപ്രോച്ചസിൽ ആദ്യത്തെ അപ്രോച്ച് എന്താണ്? നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ച് പറയുന്നത് എന്താണ്? ജസ്റ്റ് നമ്മുടെ ഒരു പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ EBIT എന്ന് കിട്ടും. ഈ EBITയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓക്കെ, EBIT അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ഇൻട്രസ്റ്റും പേ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പേ ചെയ്തു? ഇൻട്രസ്റ്റ് പേ ചെയ്തു. അതിന് നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ന് വിളിക്കാം. ഇവിടെ ടാക്സ് എന്ന് പറയുന്ന സാധനം ഇല്ലേ? അതുകൊണ്ട് ഈ താഴത്തെ പാർട്ട് ഇറലവൻ്റ് ആണ്, ഈ താഴത്തെ പാർട്ടേ ഇല്ല. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ ഉള്ളത്. അതിനെ നമുക്ക് നെറ്റ് ഇൻകം എന്ന് വിളിച്ചുകൂടെ? അതായത് കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ EBIT, അതിൽ നിന്ന് ഇൻട്രസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? EBIT കിട്ടും. അതിനെ നമുക്ക് നെറ്റ് ഇൻകം എന്ന് വിളിക്കാം. ഈ നെറ്റ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒന്നാമത്തെ അപ്രോച്ച് ആയിട്ടുള്ള നെറ്റ് ഇൻകം അപ്രോച്ച് നമ്മൾ ഫുള്ള് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ പറഞ്ഞേ ഈ EBIT അല്ലെങ്കിൽ നെറ്റ് ഇൻകം ആർക്കുള്ളതാണ്? നമ്മുടെ ഇക്വിറ്റി ഷെയർസിനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ KE. KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. നമുക്കറിയാവുന്ന കാര്യം, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് കുളവാക്കുന്നില്ല. വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ KE, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ. ഇനി വാല്യൂ ഓഫ് ഡെറ്റ് ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഇൻട്രസ്റ്റ്. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ കൊണ്ടുവരിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD. ഇവിടെ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ KE ചെയ്താൽ ഇവിടെ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എന്താണ്? ഡെറ്റ് പ്ലസ് ഇക്വിറ്റി. ഓക്കെ അല്ലേ? ഇനി വേറൊരു രീതിയിൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാം. ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ EBIT ഡിവൈഡ് ബൈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച V. EBIT എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പ്ലസ് എന്താണ്? നെറ്റ് ഇൻകം ആണ്. അങ്ങനെയാണെങ്കിൽ പറയാം ഇൻട്രസ്റ്റ് പ്ലസ് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ V. ഇത് നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പ്ലസ് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ എന്ത്? നമ്മുടെ ഇക്വിറ്റി പ്ലസ് ഡിവിഡൻഡ്. ഓക്കെ അല്ലേ? ഇതാണ് നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതിന് ഒരു ചെറിയ മാറ്റം നമ്മൾ വരുത്തുന്നു. എന്ത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിനകത്ത് ഈ ഇൻകം, അതായത് EBIT ആണ് എടുത്തെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിനകത്ത് പ്യുവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ടുള്ള EBIT എടുക്കും. അതായത് ഇൻട്രസ്റ്റിന് തൊട്ട് മുമ്പുള്ള EBIT എടുക്കും. അത് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എഴുതിയപ്പോൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചുമായി. നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്താണെന്ന് നോക്കാം. അതിൻ്റെ 2 കണക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക. ഞാൻ പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിരിക്കാം. ഓക്കെ. നോക്കി, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. വാക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് തന്നെയാണ്. EBIT ഡിവൈഡ് ബൈ V, അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചിട്ട് കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡ് ബൈ KO, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഈ ഇക്വേഷൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. EBIT ഇവിടെ കൊണ്ടുവന്നു, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് EBIT ഡിവൈഡ് ബൈ KO എന്ന് കിട്ടും. EBIT ഡിവൈഡ് ബൈ KO. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD. സെയിം തന്നെ. വാല്യൂ ഓഫ് ഡെറ്റും ഉണ്ട്, നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വിറ്റി ഈസ് ഈക്വൽ ടു വാല്യൂ മൈനസ് ഡെറ്റ്. വാല്യൂ ഓഫ് ദ ഫേം ഡിവൈഡ് ബൈ ഡെറ്റ്. കാരണം ഡെറ്റ് ഇക്വിറ്റിയും കൂടുന്നില്ലടാ, വാല്യൂ ഉണ്ട്, ഡെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. വാല്യൂ നിന്ന് ഡെറ്റ് മൈനസ് ചെയ്താൽ ഇക്വിറ്റി കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ഇക്വിറ്റിയുടെ ഒരു വാല്യൂ, ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഈ. ഓക്കെ അല്ലേ? ഇനി ട്രഡീഷണൽ അപ്രോച്ചിന് നമ്മൾ കുറേ ഗ്രാഫിൻ്റെ ബേസിലാണ് പഠിച്ചത് അല്ലേ? നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ 2 നെറ്റ് ഇൻകത്തിൻ്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെയും ഗ്രാഫൊക്കെ നമ്മൾ നേരത്തെ വരച്ചൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചു. ഈ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഗ്രാഫ് എന്താ പറയുന്നത് നോക്കി. നമ്മൾ കുറേ വാല്യൂസൊക്കെ ഇട്ട് എക്സാമ്പിളൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഇതിന് 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെറ്റും കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഡിക്ലൈനിങ് ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേജിലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മളെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേജിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കൂടും, കോസ്റ്റ് ഓഫ് ഡെറ്റും കൂടും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടും. ഓക്കെ അല്ലേ? ഒന്നാമത്തേനകത്ത് നമ്മുടെ ഓവറോൾ കോസ്റ്റ് എന്ത് ചെയ്യും? ഡിക്ലൈനിങ് ആയിരിക്കും, പക്ഷേ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെറ്റും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ 3 കോൺസ്റ്റൻ്റ് ആയിരിക്കും, മൂന്നാമത്തെ സ്റ്റേജിൽ 3 ഇൻക്രീസ് ചെയ്യും. എപ്പോഴും ഫേം ഈ രണ്ടാമത്തെ സ്റ്റേജിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, ഈ രണ്ടാമത്തെ സ്റ്റേജ് ഏറ്റവും കൂടുതൽ നാളത്തേക്ക് കൊണ്ടുപോകാനായിരിക്കും ഏതൊരു ഫേമും നോക്കുന്നത്.
ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തേത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ പഠിച്ചു. എന്ത്? മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ ഹൈപ്പോതെസിസ്. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ ഹൈപ്പോതെസിസ് ഇത് പറയുന്നത് എന്താണ്? ഇതിന് രണ്ട് പ്രപ്പോസൽസ് ഉണ്ട്. ഒന്ന് ടാക്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും രണ്ടാമത്തേത് ടാക്സിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളതും. ഇഗ്നോറിംഗ് ടാക്സ് ആൻഡ് ഇൻക്ലൂഡിംഗ് ടാക്സ്. ടാക്സിനെ ഇൻക്ലൂഡ് ചെയ്തതും ടാക്സിനെ എക്സ്ക്ലൂഡ് ചെയ്തതും. അങ്ങനെ രണ്ട് അപ്രോച്ചസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. മോഡിഗ്ലിയാനി മില്ലറിനകത്ത് നമുക്ക് രണ്ട് അപ്രോച്ചാണ് പഠിക്കാനുള്ളത്. ഒന്ന് ടാക്സിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതും ഒന്ന് ടാക്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതും. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തെ സാധനം ടാക്സിനെ ഇഗ്നോർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഒരു മാറ്റവും ഇവിടെ ഒരു മാറ്റവും നമുക്ക് എന്തില്ല, പഠിക്കാനില്ല. എന്താ നോക്കി, നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. നമ്മൾ ടാക്സിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഒരു മാറ്റമില്ല. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഡെറ്റും നമ്മൾ നേരത്തെ പഠിച്ച സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല നമ്മൾ പറഞ്ഞു. ഓക്കെ, ടാക്സിനെ കൺസിഡർ ചെയ്യുന്നതിനകത്താണ് ചെറിയൊരു മാറ്റമുള്ളത്. എന്ത് മാറ്റമുള്ളത്? ഒന്നുമില്ല. നമ്മൾ എപ്പോഴും ടാക്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു 1 - t ചെയ്യും അല്ലേ? ഒരു 1 - t കൂടി നമ്മൾ ചെയ്യും. ആ സെയിം സാധനം ഇവിടെ നിട്ടാൽ മതി. നോക്കി, വാല്യൂ ഓഫ് ലിവേർഡ് ഫേമും വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേമും എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. വാല്യൂ ഓഫ് ലിവേർഡ് ഫേമും വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേമും. എന്താണ് ലിവേർഡ് ഫേമും അൺലിവേർഡ് ഫേമും നമ്മൾ പഠിച്ചു അല്ലേ? ഡെറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലിവേർഡ് ഫേമെന്നും. ഡെറ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത അതാ നമ്മൾ പഠിച്ചില്ലേ, ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് എന്തൊക്കെയുള്ളൂ? ഡെറ്റും ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. അപ്പോൾ ഡെറ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത, അതായത് ഇക്വിറ്റി മാത്രമുള്ള ഫേമിനെ നമുക്ക് അൺലിവേർഡ് ഫേം എന്നും, അതുപോലെ ഡെറ്റും ഉണ്ട് അതുപോലെ ഇക്വിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലിവേർഡ് ഫേം എന്നും വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് അൺലിവേർഡ് ഇത് VU ആണ്. വാല്യൂ ഓഫ് അൺലിവേർഡ് ഫോം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? EBIT ഡിവൈഡഡ് ബൈ K0, EBIT ഡിവൈഡഡ് ബൈ KO. അതായത് EBIT ഡിവൈഡഡ് ബൈ എന്ത്? KO എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, EBIT ഡിവൈഡഡ് ബൈ K0. പക്ഷേ ടാക്സിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്ത്? ഒരു 1 - t കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ടാക്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 - t കൂടി ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി വാല്യൂ ഓഫ് ലിവേർഡ് ഫേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിലോ? ലിവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ അൺലിവേർഡ് ഫേമിൻ്റെ കൂടെ എന്തും കാണും? ഒരു ഡെറ്റും കൂടെ കാണും. അപ്പോൾ ഡെറ്റും അതിനോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 1 - t ടാക്സിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സത്യത്തിൽ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. പക്ഷേ ഈ മോഡിഗ്ലിയാനി ആൻഡ് മില്ലറിൻ്റെ ഒന്നും അങ്ങ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മാക്സിമം പറ്റുന്ന ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ കവർ ചെയ്തതാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. ഞാൻ ഫുൾ ലെക്ചറിൻ്റെയും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.